ബോറടിക്കാണെങ്കിൽ അങ്ങ് തിരിച്ചടിക്ക്. നിങ്ങളെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കോമഡി ഒന്നും ഇപ്പൊ വർക്കാവൂല. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. വീട്ടിലിരുന്ന് ബോറടിക്കണ്ട. എന്നാ നീ നിക്കണ്ട, അവിടെ തലകുത്തി നിന്നോ. പിന്നെ വലിയ കോമഡി. ഞങ്ങൾ ഉദ്ദേശിച്ചത് നമ്മക്കൊരു ടൂറ് പോയാലോ. ഇപ്പൊ വലിവൻ കേട്ടാന്ന് മനസ്സിലായി. എന്റെ ഉപ്പാനോടങ്ങ് ചെന്ന് പറഞ്ഞാ മതി. നടന്ന തന്നെ. ഇക്കാലങ്ങളെ പൂതി എട്ടാക്കി മടക്കി പോക്കറ്റിലിട്ടാളി. നിങ്ങൾ അങ്ങനെ പറയല്ലേ. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇപ്പാനൊന്ന് സോപ്പിട്ട് നോക്കാം. അല്ല, എവിടത്തെ ടൂർ പോവാൻ നിങ്ങളെ പ്ലാന്? ഊട്ടിക്കായാലോ? ഊട്ടിയൊന്നും വേണ്ട. നിനക്ക് ആകെ ഒരു ഊട്ടി തന്നെ അറിയുള്ളൂ. നമുക്ക് വല്ല ഫോറസ്റ്റോ ബീച്ചോ അങ്ങനെ എന്തെങ്കിലും കാണാൻ പോവാം. അത് നല്ലൊരു ഐഡിയ ആണ്. ഐഡിയ നന്നായിട്ട് കാര്യമൊന്നുമില്ല. ഉപ്പ സമ്മതിക്കും കൂടി വേണം. അതൊക്കെ ഇപ്പൊ കാണിച്ചു തരാം. വാ, എല്ലാരും വാ. നമുക്ക് നന്നായിട്ടൊന്ന് സോപ്പിട്ട് പതപ്പിക്കാം. കമോൺ. കടബാധ്യത മൂലം ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. ബെസ്റ്റ്. ടൂറിന്റെ കാര്യം ചോദിക്കാൻ പറ്റിയ സമയാണ്. അതന്നെ. ആരാണാവോ ഇതുപോലത്തെ വാർത്തയൊക്കെ പത്രത്തിൽ കൊടുക്കുന്നത്? എന്തെങ്കിലും ആവട്ടെ, നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം. എന്നാ നിങ്ങളെ കാര്യം ഹുദാ ഹുവ. നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത് ഞങ്ങളെ തളർത്താനാണോ? ഞാൻ തളർത്തിയില്ലേലും മൂപ്പര് നിങ്ങളെ തളർത്തും. എന്താ എല്ലാരും കൂടി ഒരു ചർച്ച? ഇന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള എന്തെങ്കിലും പരിപാടിയാണോ? ഏയ്, ഞങ്ങൾ അങ്ങനെ ചെയ്യോ? പിന്നെന്തായിരുന്നു ചർച്ച? ഇപ്പൊ ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആരോഗ്യമൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. ഇതിപ്പോ എന്തിനുള്ള സോപ്പാണാവോ? ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ആഗ്രഹമുണ്ട്. പൈസ വേണ്ടാത്ത ആഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ റെഡിയാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? നിങ്ങളൊന്നും മിണ്ടാതിരിക്കി. ഉപകാരം ഒന്നും ചെയ്തിട്ടില്ലേലും ഉപദ്രവിക്കല്ലേ. അല്ല, ഇപ്പൊ എന്താ നിങ്ങളെ ആഗ്രഹം? വീട്ടിലിരുന്ന് ബോറടിക്കാണ്. നമുക്കൊന്ന് ടൂറ് പോയാലോ? അതാണ് ഞാൻ പറഞ്ഞത്. പൈസന്റെ കാര്യമൊന്നും എന്നോട് ചോദിക്കരുത്. അല്ലപ്പാ, ഇതിന് അത്ര പൈസ ഒന്നും വരൂല. കുട്ടികളുടെ ഒരു ആഗ്രഹല്ലേ, എന്നിട്ട് സാധിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് കാശില്ല. നിങ്ങളുടെ അടുത്ത് കാശുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെങ്ങനെയാണ് നിനക്കറിയണത്? എല്ലാരും ഇറങ്ങുമ്പോ നിങ്ങൾ പൈസ ഉണ്ടെന്ന് ഞാൻ കാണലുണ്ട്. അപ്പൊ കാശുണ്ടെന്ന് മനസ്സിലായി. പ്ലീസ് ഇപ്പൊ നമുക്ക് എങ്ങടെങ്കിലും ടൂർ പോവാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വല്ല കാടോ ബീച്ചോ കാണാൻ പോവാ. എന്തിനാ കാടും ബീച്ചൊക്കെ? അതാവുമ്പോ അധികം കാശ് ചെലവാവൂല. എല്ലാത്തൊരു മനുഷ്യൻ തന്നെ. നിനക്കതൊക്കെ പറയാ. പൈസ പോണത് എന്റെയാണ്. ഓ, കാടെങ്കി കാട്. അപ്പൊ നമുക്ക് നാളെ തന്നെ പോവാം. ശരി. ഇന്നൊന്ന് അടിച്ച് പൊളിക്കണം. അതന്നെ. എത്ര കാലായി ഇങ്ങനത്തെ ഒരു ടൂറ് വന്നിട്ട്? ഇക്കൊരു സംശയം, ഞാൻ ഡോർ അടച്ചോന്ന്. തുടങ്ങി. 50 വട്ടെങ്കിലും നീ ഡോർ അടിച്ചിട്ടുണ്ടോന്ന് നോക്കിയിട്ടുണ്ടാവും. എന്നിട്ടാ അപ്പൊ ഒരു സംശയം. എത്ര നോക്കിയാലും വീട് വിട്ട് പോരുമ്പോ ഒരു സംശയമാണ് വാതിലടച്ചോന്ന്. പിന്നെ നിങ്ങൾക്ക് വാതിലും കെട്ടിപ്പിടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നൂടെ? വെറുതെ മനുഷ്യന്റെ മൂഡ് കളയാൻ. അല്ല, വല്ല കള്ളന്മാരും കേറുമോന്ന് പേടിച്ചിട്ടാണ്. പിന്നെ കള്ളന്മാർക്ക് നിങ്ങള് പുറത്തോടോ നോക്കി ഇരിക്കലല്ലേ പണി. ഇനി പതവാ കള്ളം കയറിയാലും കൊണ്ടുപോകാൻ വല്ലതും വേണ്ടേ? ഉപ്പ, നിങ്ങളെന്തൊന്നും മിണ്ടാത്തത്? എന്തോ ആലോചനയിലാണല്ലോ. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു. പണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പൊക്കെ ടൂറ് പോയിരുന്ന കാലം. ഒരിക്കൽ ഞാനും എന്റെ ഫ്രണ്ട്സും ഊട്ടിക്ക് ടൂറ് പോവുന്നു. അവിടെ ഞങ്ങളൊരു കാട്ടുകൂടെ പോകുമ്പോ പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടിന്റെ മുമ്പക്ക് വണ്ടിയുടെ മുമ്പക്ക് 5 ഒറ്റയാന വന്നു. അതെങ്ങനെ ഒരാളിൽ ഒറ്റയാനാന്ന് പറയണത്? ഇത് 5 ഉണ്ടല്ലോ. നിങ്ങളൊന്ന് മയത്തില് തള്ളു. നിങ്ങൾ സത്യം പറഞ്ഞാടി, ശരിക്കാലോ വന്നോ? നിങ്ങൾ അത്ര വിശ്വാസല്ല. അത് വന്നു, പക്ഷെ അതാണല്ല. പിന്നെ എന്താണ് വന്നത്? വല്ല ഈച്ച കൊതുകായിരിക്കും. നിങ്ങൾ കാര്യം പറ, ശരിക്കെന്താ വന്നത്? 5 മുയലാ വന്നത്. ആദ്യേ അറിയായിരുന്നു 5 ആന വന്നിട്ടില്ലാന്ന്. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? നായനെ കാണുമ്പോ ഓടുന്ന നിങ്ങളല്ലേ. അപ്പൊ ആന വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ അറ്റാക്ക് ഒന്ന് മേടിച്ചിട്ടുണ്ടാവും.
പിന്നെ ഞങ്ങളൊരു ദിവസം പോകുമ്പോ ഒരു സംഭവം ഉണ്ടായി. ആ മതി, വലിയൊരു തള്ളും കൂടി കേൾക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല. ഇപ്പൊ തന്നെ തള്ളി തള്ളി വണ്ടി പറയാനായി, ഇനി തള്ളണ്ട. അല്ല മക്കളെ, നമുക്ക് ആദ്യം കേട്ടാ പോണ്ടത്. ആദ്യം നമുക്ക് ബീച്ചിക്ക് പോവാം. ആദ്യം നമുക്ക് ഊട്ടി പോവാം, എന്നിട്ട് തിരിച്ചു വരുമ്പോ ബീച്ചിൽ പോവാം. ആ ശരി, അങ്ങനെ മതി. അത് ശരി, അങ്ങനെ മതി. ഓക്കെ, അപ്പൊ ഇത് നേരെ ഊട്ടിക്ക്. ആ ഇതാ, വേഗം വിട്ടോളി. ആദ്യം നമുക്ക് ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഫ്രഷ് ആവുന്നു. ആ ശരി. നീ എന്തിനാ ശരി പറയണത്? നീ ആഴ്ചയിൽ ഒരു ദിവസം പോലും കുളിക്കാറില്ലല്ലോ. ഒന്ന് പോടി, നിന്റെ പറച്ചിൽ കേട്ടാത്തത് നീ ദിവസം കുളിക്കാറുണ്ടെന്ന്. മതി തല്ലു കൂടിയത്. നിങ്ങൾ എല്ലാവരുടെ കുളിയുടെ കാര്യമൊക്കെ അറിയാം. അത് അവിടെ ഒരു ഹോട്ടലുണ്ട്, നമുക്ക് അവിടെ പോയി റൂം എടുക്കാം. ഉപ്പ, നമുക്ക് AC റൂം എടുത്താലോ? പിന്നെ ഈ കൊടും തണുപ്പത്തല്ലേ AC. റൂമൊക്കെ ഞാൻ എടുത്തോണ്ട്, നിങ്ങളൊരു അക്ഷരം മുണ്ടരുത്. എല്ലാരും എന്റെ പിന്നാലെ വായോ. ഹായ്, എന്ത് ഭംഗിയുള്ള റൂമാ. അതെ, ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനത്തെ ഒരു റൂം കാണുന്നത്. ഞാനും. റൂമിന് ഭംഗി മാത്രല്ല കൂടുതല്, നല്ല പൈസയുണ്ട്. റൂമിന് ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ നിലത്ത് കുറച്ച് പൊടി ഉണ്ട്. എവിടെ പൊടി? ഞങ്ങൾക്കൊന്നും കാണാനില്ലല്ലോ. എനിക്കും പൊടിയൊന്നും കാണാനില്ല. ആ, ഇങ്ങളെ പോലെയല്ല ഞാന്, എനിക്ക് കുറച്ച് വൃത്തിയൊക്കെ ഉണ്ട്. നിങ്ങൾ പോയിട്ടൊരു മോപ്പ് വാങ്ങിക്കൊണ്ട് വരുമോ? ഇവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനാണ്. നിനക്കെന്താ ഭ്രാന്താണോ? ഇവിടെ തുടച്ച് വൃത്തിയാക്ക ഈ റൂം നമ്മൾ വാങ്ങിയതൊന്നല്ല. നിങ്ങളെന്താ വിചാരിച്ചത് 24 മണിക്കൂറും തുടച്ചോണ്ടിരിക്കാതെ നമ്മളെ വീടാണെന്നോ? അതന്നെ, തുടക്കാനാണെങ്കിൽ ഊട്ടി വരെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആ മോപ്പും പിടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നില്ലേ? എന്റെ കുഞ്ഞിപ്പാത്തോ, നിനക്ക് ഈ കുട്ടികളുടെ വിവരം കൂടി ഇല്ലല്ലോ. എന്നാ വേഗം ഓരോരുത്തരായി ഫ്രഷ് ആയിക്കോളി. നീ പോയി ഫസ്റ്റ് കുളിച്ചോ, എനിക്ക് തണുത്തിട്ട് വയ്യ. അതെന്താ, രണ്ടാമത് കുളിക്കുമ്പോ തണുപ്പ് കുറയോ? അല്ലമ്മ, കുളിക്കണോ? ജസ്റ്റ് ഒന്ന് പല്ല് തേച്ചാ പോരെ? അല്ല, അതും നിർബന്ധല്ല. വേഗം പോയി കുളിച്ചോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഗാർഡൻ കാണാൻ പോവാ. ഓക്കെ ഓക്കെ. എല്ലാരും വേഗം പോന്നോളി. ഹായ്, എന്തൊരു ഭംഗിയാ. എത്ര പൂക്കളാ ഇവിടെ. പിന്നെ ഗാർഡനിലെ പൂക്കളല്ലാതെ വേറെന്താ ഉണ്ടാവുക? ഇത്ര ഭംഗിയുള്ള ചെടികൾ ഞാൻ ഇതുവരെ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത്രയും ചെടികൾ നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നെങ്കിലോ എന്ത് ഭംഗിയായിരിക്കുംല്ലേ. കണ്ടിട്ട് തന്നെ കൊതിയാവണു. പോകുമ്പോ ഇതിന്ന് കുറച്ച് കമ്പെടുക്കണം. ഇതിന്ന് കമ്പൊന്നും എടുക്കാൻ പറ്റൂല. ആരെങ്കിലും ചെടി മോഷ്ടിക്കുണ്ടോ നോക്കാൻ വേണ്ടിട്ട് അവിടെ സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾ അയാളോട് പോയി ചോദിച്ചിട്ട് 4 കമ്പ് വാങ്ങിയിട്ട് വാ. പിന്നെ അയാൾ അവിടെ കമ്പ് തരാതിരിക്കല്ല നിനക്ക്. ചെടിയിൽ തൊടരുത് ഉള്ള ബോർഡ് നീ അവിടെ കണ്ടില്ലേ? ആർക്കും കൊടുക്കൂലെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും ചെടികൾ ഇവിടെ വെച്ചിട്ടുള്ളത്? ഇത് നിങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾക്ക് ചെടി മോഷ്ടിക്കാനുള്ള സ്ഥലമല്ല. പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? ഗാർഡനിക്ക് വന്നിക്കണ ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനുമാണ്, അല്ലാതെ ചെടി കക്കാനല്ല. എന്റെ കുഞ്ഞിപ്പാത്തോ, നിന്റെ തറ സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെ? നിങ്ങളെ സ്വഭാവത്തിനെ കുറിച്ച് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇവിടെ നിന്ന് നല്ല കൂടാതെ നമ്മളെ വീടല്ല, ഇങ്ങോട്ട് നമ്മൾ ടൂർ വന്നതാണ്. എടാ മജീദേ, നീ എന്റെ കുറച്ച് അടിപൊളി ഫോട്ടോസ് എടുത്ത് താട്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ ഒരു പൂതി. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, കുറച്ച് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടണം. കുടുംബശ്രീത്തെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് കാണട്ടെ, പ്രത്യേകിച്ച് അരമണി. ഫോട്ടോ എടുത്തരാ. പിന്നെ എടാ ചക്ക, നന്നായി ഫോട്ടോ എടുക്കണം. നിന്നെ കണ്ട പൂക്കളുടെ ഇടയിൽ ഒരു മാലാക നിക്കണ പോലെ തോന്നണം. മാലകട പോലല്ല, വടക്ഷിയുടെ പോലെയൊക്കെ തോന്നുന്നത്. ആ, നിങ്ങളെ കണ്ടൊക്കെ ഒരു കാട്ടുപോത്തിനെ ഓർമ്മ വരുന്നത്. ഇങ്ങനെ ചിരിച്ചാ മതിയോ? ഓക്കെ, അടുത്ത ഫോട്ടോയില് വേറൊരു പോസ് ഇടി. ഓക്കെ. ഇതെന്ത് പോസാണ്? ഇതെന്താ കഥകളിയോ?
ആ ഇന്ന് ഞാൻ വേറൊരു പോസ് ഇടാം. നിങ്ങളെന്താ കരാട്ടായിടോ? എന്താ ഇന്റെ ബോസിന് ഒരു കുഴപ്പം? ഇങ്ങക്കൊന്നും ഇപ്പത്തെ ട്രെൻഡ് അറിയില്ല. ഇതൊക്കെയാണല്ലോ ഇപ്പത്തെ ട്രെൻഡ്. ഇന്റെ കയ്യില് വേറെയും പോസുകളുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്നും ഇവിടെ കാണിക്കരുതേ. വിശന്നിട്ട് വയ്യ, നമുക്ക് ഫുഡ് കഴിച്ചാലോ? ഞാനും അത് പറയാൻ നിൽക്കായിരുന്നു. എനിക്കും നല്ല വിശപ്പുണ്ട്. എന്നാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. എനിക്കിപ്പോ ഫുഡൊന്നും വേണ്ട. എനിക്ക് കുറച്ചും കൂടി ഫോട്ടോ എടുക്കാണ്ട്. നിങ്ങളൊരു ഫോട്ടോയും. ഇങ്ങക്ക് ഫുഡ് വേണ്ടെങ്കിൽ ഇവിടെ തന്നെ നിന്നോ, ഞങ്ങൾ കഴിച്ചിട്ട് വരാം. അത് പറ്റൂല. നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയാ പിന്നെ കാരെ ഫോട്ടോ എടുത്ത് തരിക? നിങ്ങൾ അല്ലെങ്കിൽ തന്നെ നാട്ടുകാരെ വെറുപ്പിക്കണുണ്ട്. ഇനി നിങ്ങളെ ഫോട്ടോ കൂടി സ്റ്റാറ്റസ് ഇട്ടിട്ട് നാട്ടുകാരെ കൂടുതൽ വെറുപ്പിക്കണോ? ഇപ്പൊ തന്നെ അത്യാവശ്യം വെറുപ്പിക്കാനുള്ള ഫോട്ടോ നിങ്ങൾ എടുത്തില്ലേ? തൽക്കാലം അത് മതി. ഞങ്ങൾക്കൊക്കെ വിശക്കണുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നിനക്ക് വേണമെങ്കിൽ പോരെ? അയ്യോ ഞാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്? എനിക്ക് ബിരിയാണി മതി. എനിക്ക് നൂഡിൽസ് മതി. എനിക്ക് പൊറോട്ട മതി. അല്ല കുഞ്ഞിപ്പാത്തോ, നീ എന്തൊന്നും മിണ്ടാത്തത്? നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? പിന്നെ എനിക്ക് കഴിക്കണ്ടേ? അല്ലാതെ ഇങ്ങളൊക്കെ തിന്നുമ്പോ നോക്കിയിരിക്കാനാണോ ഞാൻ വന്നത്? അതാ ചോദിച്ചത്, നിനക്കെന്താ വേണ്ടെന്ന്. ഇക്ക് ഈ തണുപ്പില് നല്ല ചൂടുള്ള കഞ്ഞിയും ഉണക്കമീനും മതി. അതൊന്നും ഇവിടെ കിട്ടൂല. ഇത് നമ്മളെ വീടൊന്നും അല്ല. എന്നാ ഉണക്കമീൻ മാറ്റിയിട്ട് ചമ്മന്തി ആക്കാം. എന്റെ കുഞ്ഞിപ്പാത്തു, അനക്കെന്താ പറഞ്ഞാ മനസ്സിലാവൂലേ? ഇവിടെ കഞ്ഞിയും ചമ്മന്തിയും ഉണക്കമീനൊന്നും കിട്ടൂല. നീ വേറെന്തെങ്കിലും ഫുഡ് പറയ്. അല്ല നിങ്ങളെന്ത് ഫുഡാ കഴിക്കണത്? എനിക്ക് ചോറ് മതി. അത് ശരി, അപ്പൊ ഇവിടെ ചോറുണ്ടല്ലേ? ആ ഉണ്ട്. അപ്പൊ അവർക്ക് അതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എനിക്ക് കഞ്ഞിയാക്കി തന്നൂടെ? എന്റെ കുഞ്ഞിപ്പാത്തോ, നിന്റെ തറ സ്വഭാവം ഒന്ന് മാറ്റ്. ഇതൊരു സ്റ്റാർ ഹോട്ടലാണ്. അതെന്താ സ്റ്റാർ ഹോട്ടലിൽ കഞ്ഞി കൊടുക്കാൻ പറ്റൂലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങക്കൊന്ന് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തൂടെ? ഓ പിന്നെ നിങ്ങൾക്കൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആണല്ലോ. നിങ്ങളൊക്കെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. എന്റെ കുഞ്ഞിപ്പാത്തോ, കഞ്ഞി അല്ലാതെ വേറെ ഏതെങ്കിലും ഫുഡ് പറ. ആ എന്നാ എനിക്ക് സദ്യ മതി. സദ്യ കഴിക്കാനേ നിങ്ങളെ രമണി ചേച്ചിന്റെ മോളെ കല്യാണത്തിനല്ലേ വന്നിക്കണേ. ഇത് ഊട്ടിയാണ്. ഇവിടെ സദ്യയും പായസമൊന്നും കിട്ടൂല. എന്റെ കുഞ്ഞിപ്പാത്തോ, അതൊന്നും ഇവിടെ കിട്ടൂല. തൽക്കാലം നമുക്ക് ചോറ് കഴിക്കാം. പ്ലീസ് നിങ്ങൾ അതെങ്കിലും നോക്കിയേ പറ. അതെ ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. എന്നാ ആയിക്കോട്ടെ. ഹാവ്, ഇപ്പളാ ഒന്ന് സമാധാനായത്. അടിപൊളി ഫുഡായിരുന്നു. എന്തടിപൊളി? ഇങ്ങനെയാണോ ഫുഡ് ഉണ്ടാക്കണത്? ഇക്ക് കിട്ടിയ സാമ്പാറിൽ തീരെ പുളി ഉണ്ടായിരുന്നില്ല. തുടങ്ങി കുറ്റം പറച്ചില്. എന്നിട്ട് നിങ്ങള് നല്ലോണം വെട്ടിവഴുകുന്നുണ്ടായിരുന്നല്ലോ. അടിപൊളി സാമ്പാറായിരുന്നല്ലോ, ഞാനും അതന്നെയല്ലേ കഴിച്ചത്. നിങ്ങളെ അതന്നെ ഉള്ളു പറയാ. അല്ലേലും നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കണ ഫുഡിന് മാത്രമാണല്ലോ കുറ്റം. ഇനി വീട്ടിൽ എത്തട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെ എന്തുദ്ദേശിച്ചാലും വേണ്ടില്ല. ഇനി ഭക്ഷണം സ്ഥിരം ഹോട്ടലിൽ തന്നെ ആക്കിക്കോ. അപ്പൊ നിങ്ങൾക്കുള്ളത് കിട്ടിയില്ലപ്പാ. അല്ല ഹോട്ടലിൽ എത്രയാണ് ബില്ലായത്? 2500 രൂപ. 2500 രൂപ? അതും ഈ പുളിച്ച സാമ്പാറിനൊക്കെ? പുളിച്ച സാമ്പാർ മാത്രല്ലല്ലോ, ഞങ്ങള് ബിരിയാണി നൂഡിൽസ് ഒക്കെ കഴിച്ചില്ലേ. എന്നാലും 2500 രൂപ കുറച്ച് അധികമാണ്. വീട്ടിലൊരു തക്കാളി കൊണ്ടാൻ പറഞ്ഞാൽ നിങ്ങളടുത്ത് പൈസ ഉണ്ടാവില്ല. ഇപ്പൊ ഇത്രയും പൈസ ഒക്കെ നിങ്ങളടുത്ത് ഉണ്ടായിരുന്നല്ലേ. നിങ്ങൾ ഈ ടൂറ് വരുമ്പോഴെങ്കിലും കണക്ക് പറയലൊന്ന് നിർത്തുവോ? അപ്പൊ ഇനി അടുത്തത് എവിടേക്ക് പോവാനാ തീരുമാനം? ചിൽഡ്രൻസ് പാർക്ക്, അല്ലാതെ അങ്ങട്ടാ? അതൊന്നും വേണ്ട, വല്ല ടെക്സ്റ്റൈൽസുക്കും പോകാം. നിങ്ങൾ നാട്ടിലെ തുണിക്കടകൾ മൊത്തം കേറി ഇറങ്ങിയതല്ലേ, അതും പോരായിട്ടാണോ ഇനി ഊട്ടിയിൽ വന്നിട്ടും? അതൊന്നും പറഞ്ഞാ പറ്റൂല. ഇക്ക് നിർബന്ധമായിട്ടും തുണിക്കട കയറണം. അതെന്താ നിങ്ങൾക്ക് ഇത്ര നിർബന്ധം? ഇന്റെ പച്ചസാരിക്ക് മേച്ചായ മജന്ത ഷോള് കിട്ടാത്ത ടെൻഷനില്ല ഞാന്. അപ്പളാ നിങ്ങളൊരു പാർക്ക്. പൊന്നാര കുഞ്ഞിപ്പാത്തോ, അത് നമുക്ക് നാട്ടിൽ പോയിട്ട് വാങ്ങാം. ഇപ്പൊ കുട്ടികളെ എൻജോയ് ചെയ്യട്ടെ, അതിനല്ലേ നമ്മൾ ടൂർ വന്നിക്കണത്. നിങ്ങൾക്ക് വിവരണ്ട്, അല്ലാതെ ഉമ്മാന്റെ പോലല്ല. എന്നാ എല്ലാരും വാ, നമുക്ക് പാർക്കിക്ക് പോവാം.
അതേ, ഇവിടെ കയറാൻ ഒരാൾക്ക് ടിക്കറ്റിന് 50 രൂപയാണ്. 5 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ക്യാഷ് വേണ്ട. പക്ഷെ നമുക്കിടയിൽ 5 വയസ്സിന്റെ താഴെയുള്ള ആരും ഇല്ലല്ലോ. ആര് പറഞ്ഞില്ലാന്ന്? ഉണ്ടല്ലോ, ആര്? മജീദ്. അവന് 7 വയസ്സ് കഴിഞ്ഞില്ലേ? പിന്നെങ്ങനെ? അതൊന്നും കുഴപ്പമില്ല, അവന് 4 വയസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞാ മതി. ഈ പോത്ത് പോലെ വളർന്ന് ഇവനാണോ 4 വയസ്സ്? അവർക്കെന്താ കണ്ടാ മനസ്സിലാവൂലേ? അതിനൊക്കെ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ അവനെ ഒക്കത്ത് വെച്ച് നിന്നോളാം. എന്തിനാ കുഞ്ഞിപ്പ? ഏടാ, നിനക്ക് ഇവിടുത്തെ ഒരു റൈഡിലും കയറാൻ പറ്റൂല. അതെന്താ അടിക്ക് കേറിയാല്? അനക്ക് പൈസ കൊടുത്തിട്ടില്ലല്ലോ. ഇജാടെ അമ്മാന്റെ ഒക്കെ തന്നെ ഇരുന്നോ. നിങ്ങൾ കാണുന്ന ഇന്റെ ഒരു ഗതികേട്. ഇജ് അതൊന്നും നോക്കണ്ട. ഇജ് പോയിട്ടേ എല്ലാ ഊഞ്ഞാലിലും കേറിക്കോ. അവര് വരുമ്പോ ഞാൻ അന്നെടുത്ത് ഒക്കത്ത് വെച്ചോളാം. അല്ല, ഞാൻ എന്തിനപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ഇതിലൊന്നും ഇക്കിരിക്കാൻ പറ്റൂലല്ലോ, എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്ത്? 12 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്കുള്ളൂ ഇരിക്കാൻ പറ്റിയാന്ന് ഇതിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ എഴുതാതിരിക്കും അമ്മ, ഇത് ചിൽഡ്രൻസ് പാർക്ക് അല്ലേ. ഇവിടുത്തെ റൈഡിലൊക്കെ കുട്ടികൾക്കുള്ളൂ കയറാൻ പറ്റുക. പൊന്നാര കുഞ്ഞിപ്പാത്തുവ, അങ്ങനെ ഒരു പാർക്ക് എവിടെയില്ല. കുട്ടികൾ കളിക്കട്ടെ, നമുക്കത് കണ്ടിരിക്കാം. ഇക്കങ്ങനെ കണ്ടിരിക്കാനൊന്നും പറ്റൂല. വേണമെങ്കിൽ എന്തേലും തിന്നിരിക്കാം. അത് ശരി, ഞങ്ങളെ പറഞ്ഞയച്ചിട്ട് നിങ്ങൾക്ക് തിന്നാനാണില്ലേ? പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് കാട്ടാനാണ്? ഇങ്ങൾക്ക് രണ്ടാൾക്കും സംസാരിച്ചിരുന്നൂടെ? ഓ, സംസാരിക്കാൻ പറ്റിയ മുതലാണല്ലോ ഒപ്പുള്ളത്. ഇയാളാണെങ്കിൽ വായ തുറന്ന എന്റെ കുറ്റം മാത്രമേ പറയുള്ളൂ. മതി കുഞ്ഞിപ്പാത്തുവോ, ഇവിടുന്നെങ്കിലും ഇന്നൊന്ന് വെറുതെ വിട്. ഇങ്ങൾക്ക് തിന്നാനുള്ളത് ഞാൻ കളി കഴിഞ്ഞിട്ട് വാങ്ങിത്തരാം. തൽക്കാലം ഇതിന്റെ അണ്ണാക്കിൽ എന്തേലും കുത്തിക്കയറ്റട്ടെ. ആ, നിങ്ങളെ വിചാരിച്ചിട്ട് തൽക്കാലം ഞങ്ങൾ കളിക്കാൻ പോവാ. പക്ഷെ ഞങ്ങൾ വരുമ്പത്തിന് കഴിക്കാനുള്ളതൊക്കെ വാങ്ങി വെക്കണം. ആ ശരി മക്കളെ, നിങ്ങൾ പൊയ്ക്കോളി. നിങ്ങൾക്ക് ഈ കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് ഇന്ന കളിയാക്കലല്ലാതെ ഒരു പണിയില്ലേ? അപ്പൊ ഇജു ഇന്നെ കളിയാക്കിയില്ലേ? ഞാൻ കളിയാക്കിയതൊന്നുമല്ല, ഒക്കെ ഉള്ളതന്നല്ലേ പറഞ്ഞത്. അത് ശരി, അപ്പൊ എനക്ക് എന്തും പറയാം. ഞാൻ പറയണതാണോ കുറ്റം? ആ, നിങ്ങൾ പറയുന്നത് തന്നെയാണ് കുറ്റം. ഞാനാവോണ്ടാ നിങ്ങളെ സഹിക്കണത്. അത് ശരി, അപ്പൊ ഞാൻ എന്നെ സഹിക്കണില്ലേ? ഇന്നെപ്പോലെ സൽസ്വഭാവിയായ ഒരു ഭാര്യനെ കിട്ടിയത് നിങ്ങളെ ഭാഗ്യാണ്. സൽസ്വഭാവിയോ? അതും ഇജോ? ഞാൻ തന്നെ. ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. തൽക്കാലം വിഷയം മാറ്റാം. അല്ല കുഞ്ഞിപ്പാത്തു, അനക്കെന്തോ കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ, അങ്ങനെ വല്ല നല്ല കാര്യങ്ങളും ചോയ്ക്ക്. 2 ചോളം പുഴുങ്ങിയത്, 1 ഗ്ലാസ് ചായ, 1 കുപ്പി ജ്യൂസ്, 2 ഐസ്ക്രീം, 3 സമൂസ, 2 കട്ട്ലറ്റ്. ഇതൊക്കെ എന്തിനാ? ഒരു കട തുടങ്ങാനുണ്ടല്ലോ. തീർന്നിട്ടില്ല. 1 പൊതി നിലക്കടലും 2 പരിപ്പുവടയും കൂടി വേണം. അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ശ്വാസം വിടാൻ നിർത്തിയതാ. ഇതൊക്കെ ഒരു ടിപ്പർ ലോറിയിൽ കൊണ്ടുവരേണ്ടി വരും. അത്രക്ക് ഉണ്ടല്ലോ. മതി അതും ഇതും പറഞ്ഞത്. വേഗം ഒന്ന് പോയിട്ട് വാങ്ങിയിട്ട് വാ. ഒരു പഞ്ചായത്തിനെ മുഴുവൻ തിന്നാനുള്ളതുണ്ട്. ഇതൊക്കെ നീ ഒറ്റക്ക് തിന്ന് തീർക്കുവോ? ആ, ഞാനിതൊക്കെ ഒറ്റയ്ക്ക് തിന്ന് തീർക്കും. പിന്നെ ഒരു കാര്യം, ഇങ്ങക്ക് വേണമെങ്കിലേ വേറെ വാങ്ങിക്കോളിം. അല്ലാതെ ഇതിന്ന് കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഇതിന്റെ മാത്രം മെനു ആണ്. ടൂർ കഴിയുമ്പത്തിന് കടം കയറി ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആ, അത് ഞങ്ങൾ സഹിച്ചോളാം. ഇപ്പൊ നിങ്ങൾ തൽക്കാലം പോയിട്ട് വാങ്ങിയിട്ട് വാ. ആ, കളി കഴിഞ്ഞോ? എത്ര നേരമായി നിങ്ങൾ പോയിട്ട്? ഞങ്ങൾ കളിക്കാനോ? ഇവിടെ കളിക്കാൻ നല്ല രസമുണ്ട്. സമയം പോയതന്നെ ഞങ്ങൾ അറിഞ്ഞില്ല. അത്രയ്ക്ക് രസമാണോ? 2-3 ദിവസമായില്ലേ നമ്മൾ വന്നിട്ട്. അത്യാവശ്യമൊക്കെ എൻജോയ് ചെയ്തില്ലേ? നാളെ സ്കൂളുള്ളതല്ലേ, ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ പോവാൻ നോക്കാം. അത് ആലോചിക്കുമ്പോഴാ ഒരു സങ്കടം. ഇനി എന്നാണാവോ ഇങ്ങനെ ഒരു ടൂർ വരാൻ പറ്റുക? നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ വരാലോ. ആ, വന്ന തന്നെ. ഈ ടൂറിന് തന്നെ ഇങ്ങളെ കൊണ്ടാന് ഞങ്ങൾ പെട്ട പാട് ഞങ്ങൾക്കല്ലേ അറിയൂ. ഇനി അങ്ങനൊന്നും ഉണ്ടാവൂല. പൈസക്ക് കുറച്ച് ടൈറ്റ് ഉള്ളതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. കുന്നുപോലെ പൈസ ഉണ്ടായാലും ഇങ്ങളെ ഡേറ്റ് മാറൂല. ഇങ്ങളെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ. മതി തല്ലുകൂടിയത്. ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കഴിക്കാൻ വേണം. ആ, വാങ്ങാലോ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇക്ക് ഐസ്ക്രീം മതി. ഇക്ക് ചോക്കോബാർ മതി. നീ എന്തൊന്നും മിണ്ടാത്തത്? നിനക്കൊന്നും വേണ്ടേ? പിന്നെ ഇക്ക് വേണ്ടാതെ? ഇക്കും ഐസ്ക്രീം തന്നെ മതി. എന്നാ ഒരു ഐസ്ക്രീം ആയിക്കോട്ടെ. നിനക്ക് ഐസ്ക്രീമോ?
നീ ഇപ്പൊ 10 ഐസ്ക്രീമെങ്കിലും കഴിച്ചിട്ടുണ്ടാവുമല്ലോ. ഇനിയും വേണോ? അത് ഞാനേ ഒറ്റയ്ക്കല്ലേ കഴിച്ചത്. ഇതൊരു ഫാമിലി ടൂർ അല്ലേ, ഇനി ഫാമിലി ആയിട്ടും കഴിക്കട്ടെ. അന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഐസ്ക്രീമോ ഫേസ് ക്രീമോ എന്താച്ചാ വാങ്ങിത്തരാ. ഇന്ന മക്കളെ പോരെ, നമുക്ക് ഐസ്ക്രീം വാങ്ങാൻ പോകാം. അവിടെ ഉണ്ടൊരു ഐസ്ക്രീം ഷോപ്പ്, നമുക്ക് അങ്ങോട്ട് പോകാം. വേഗം നടക്ക, കൊതിയായിട്ട് വയ്യ. ചേട്ടാ, ഞങ്ങൾക്ക് ഐസ്ക്രീം വേണം. ഏത് ഫ്ലേവറാണ് വേണ്ടത്? എനിക്ക് വാനില മതി. എനിക്ക് ചോക്ലേറ്റ് മതി. എനിക്ക് പിസ്ത മതി. ആയിക്കോട്ടെ, ഇപ്പൊ എടുത്തു തരാം. 3 മതിയോ? അല്ല കുഞ്ഞിപ്പാത്തു, നിനക്കല്ലേ വേണമെന്ന് പറഞ്ഞിരുന്നത്? ആ, എനിക്കൊരു ഐസ്ക്രീം വേണം. അപ്പൊ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് വേണ്ടത്? എനിക്ക് വരിക്കച്ചക്കയുടെ ഫ്ലേവർ മതി. അതൊന്നും ഇവിടെ ഇല്ല താത്ത. അതില്ലെങ്കിൽ എന്നാ പഴഞ്ചക്ക ആയിക്കോട്ടെ. താത്ത, അതും ഇവിടെ ഇല്ല. പിന്നെ തന്റെ കടയിൽ എന്താണോ ഉള്ളത്? മാംഗോ, പിസ്ത, ചോക്ലേറ്റ്, ബ്ലൂബെറി, സ്ട്രോബെറി അങ്ങനത്തെ എല്ലാ ഫ്ലേവേഴ്സും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് നാടൻ ടേസ്റ്റ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് മാംഗോ നോക്കാം. ഓ, മാങ്ങ ഉണ്ടായിരുന്നോ? എന്നൊക്കെ ഒരു കോമാങ്ങയുടെ ഫ്ലേവർ മതി. എന്റെ പൊന്ന് താത്ത, മാംഗോ എന്ന് പറഞ്ഞ ഒറ്റ ഫ്ലേവർ ഉള്ളു ഇവിടെ. അല്ലാതെ കോമാങ്ങ മൂവാണ്ടമാങ്ങ ഒന്നും ഇവിടെ ഇല്ല. ഇമ്മങ്ങള് മനുഷ്യനെ നാണം കെടുത്തല്ലേ. തൽക്കാലം ഒരു വാനില പറയ്. കോമാങ്ങി മൂവാണ്ടമാങ്ങൊക്കെ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് തിന്നോ. ചേട്ടാ, ഇമ്മക്കൊരു വാനില എടുത്തോ. വല്ലാത്തൊരു താത്ത തന്നെ. നല്ല അടിപൊളി ഐസ്ക്രീം ആയിരുന്നു. വാനില ഏറ്റവും ടേസ്റ്റ്. അത് നിനക്കെങ്ങനെ അറിയാ? ബാക്കിയുള്ളതൊക്കെ നീ കഴിച്ചോ? ചോക്ലേറ്റിനും ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു. പിസ്തന്റെ അത്ര വരൂല. ഓ പിന്നെ, ഇത്ര പുകഴ്ത്താനുള്ള ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കോമാങ്ങിയും വരിക്കച്ചക്കയും കിട്ടാത്തോണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ഫുഡ് കഴിച്ചാലും കുറ്റം തന്നെയല്ലേ പറയുള്ളൂ. ഇക്ക് ഇഷ്ടായാലല്ലേ ഉള്ളൂ ഇഷ്ടായി എന്ന് പറയാൻ പറ്റിയ. ഇഷ്ടായിട്ടില്ലല്ലോ, ഐസ്ക്രീമിന്റെ പൊടി പോലും ബാക്കി വെച്ചിട്ടില്ലല്ലോ. എന്നിട്ടാണ് കുറ്റം പറയണത്. അത് പിന്നെ ഫുഡ് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ടാ. ഓ, മനസ്സിലായി. ഐസ്ക്രീം ഇഷ്ടമായാലും ഇല്ലെങ്കിലും പൈസ നല്ലോണം ആയിട്ടുണ്ട്. തുടങ്ങി പൈസയുടെ കണക്ക്. തിന്നതിന്റെ കാര്യത്തിലേലും നിങ്ങളൊന്ന് പൈസയുടെ കണക്ക് പറയാതിരിക്കുവോ? ചർച്ചൊക്കെ മതിയാക്കിയിട്ട് നമുക്ക് വേഗം പോകാം. നാളെ സ്കൂളുള്ളതല്ലേ. നാളെ സ്കൂളുണ്ട്. അത് ആലോചിക്കുമ്പോഴാ ഒരു സങ്കടം. ഇക്ക് ഒരുപാട് എഴുതാണ്ട്. അതൊക്കെ പാടെ എങ്ങനെ എഴുതി തീർക്കുക? ഇക്കും എഴുതാണ്ട്. എഴുതാനുള്ളവരൊക്കെ വീട്ടിലെത്തിയാൽ എഴുതിക്കോളി, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? തീരാത്തത്ര എഴുതാണ്ട്. ഇങ്ങളൊന്ന് എഴുതാൻ കൂടുവോ? ആടി, ഞാൻ എഴുതാം. പകരം പാത്രം കഴുകാനുള്ളതും തിരുമ്പാനുള്ളതും നിങ്ങളൊക്കെ ചെയ്തോളിം. ഒരു പണിയില്ലാത്ത നിങ്ങളെ വാപ്പുണ്ടല്ലോ, വാപ്പാനെ കൊണ്ട് എഴുതിച്ചോളിം. അല്ല, അത് ഇക്കവിടത്തിയുടെ തൊടു നനക്കാണ്ട്. അത് മനസ്സിലായി, അല്ലാതെ നിങ്ങൾക്ക് എഴുതാനറിയാനിട്ടൊന്നുമല്ല. അതൊന്നും ഇല്ലെങ്കിൽ വേണ്ട. ഇമ്മ ടീച്ചർക്കൊന്ന് വിളിച്ചു പറയോ? എന്ത്? ഞങ്ങൾക്ക് പനി ആയതുകൊണ്ട് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ലാന്ന്. പിന്നെ നുണ പറയാനൊന്നും ഈ കുഞ്ഞിപ്പാത്തൂനെ കിട്ടൂല. എന്നിട്ടാണല്ലോ നിങ്ങൾ കുടുംബശ്രീയിൽ പോയിട്ട് കണ്ടോലെ ഒളിച്ചോടിയ കഥ പറയണത്. അതൊന്നും നുണയൊന്നുമല്ല, അതൊക്കെ ഉള്ളത് തന്നെയാണ്. മതി അതും ഇതും പറഞ്ഞത്. ഞാൻ ടീച്ചർക്ക് വിളിക്കൊന്നുമില്ല. വീടെത്താറായി, വേഗം പോയി എഴുതാൻ നോക്ക്.